ഇന്നാണെങ്കിൽ പിള്ളേർക്ക് സ്കൂളിലുള്ളൊരു ദിവസമാണ് കേട്ടോ. ഇന്ന് പിന്നെ ഉമേഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരാത്തത് കൊണ്ട് ഞങ്ങൾ ഇന്ന് പുട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇന്ന് മസാല പുട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതാണെങ്കിൽ ഇവിടുത്തെ പിള്ളേർക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ആദ്യമൊന്നും നൈഹൂനും പുട്ട് എന്ന് പറഞ്ഞ സാധനം ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ മസാല പുട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഒരു കുറ്റി പുട്ട് വരെ പിള്ളേർ കഴിക്കും കേട്ടോ. ഞാൻ വെറുതെ പറഞ്ഞല്ല, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കറി ഒന്നും വേണ്ട ഇതിന്. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അജ്മി പുട്ടുപൊടിയിലാട്ടോ ഉണ്ടാക്കണത്. അതാദ്യം കുറച്ച് ഇളം ചൂടുവെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ടൊന്ന് വെക്കണം കേട്ടോ കുറച്ച് നേരം. എന്നിട്ടൊരു ചട്ട അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ, ചെറിയുള്ളി അല്ലെങ്കിൽ സവാള അരിഞ്ഞതും ഇട്ടിട്ട് കറിവേപ്പില, ചില്ലി ഫ്ലേക്സ് ഇടണം. ഞാൻ ചില്ലി ഫ്ലേക്സ് കുറച്ച് ഇട്ടോളൂ കേട്ടോ, നല്ല എരിവ് കൂടണ്ട വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ കാശ്മീരി മുളക് പൊടി കുറച്ചിട്ടുണ്ടായിരുന്നു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. എന്നിട്ട് ഈ സംഭവം നമ്മൾ ആ പുട്ടുപൊടിയില്ലേ അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും തേങ്ങയും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ പുട്ടും കുറ്റിയിൽ വെച്ചിട്ട് ആവി കയറ്റിയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി മസാലപ്പുട്ട് റെഡി. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിന് ഒരു കറിയും വേണ്ട കേട്ടോ. ഈ ഒരു സംഭവം പുട്ട് ഇഷ്ടമില്ലാത്തവർക്ക് വരെ ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ് കേട്ടോ. പിള്ളേർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ് കേട്ടോ. പിള്ളേർക്ക് മാത്രമല്ല, നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് നൈനൂന് പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ് നൈഹൂന് പറഞ്ഞു വിടേണ്ട പാടാണ് കേട്ടോ. അവൾക്ക് ഇപ്പോൾ എണീക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. എന്നാലും വിളിച്ച് എഴുന്നേൽപ്പിച്ച് വിട്ടു. എന്നിട്ട് നൈഹൂനെ പോയി വരണ വഴിക്ക് ഞാൻ പച്ചക്കറി മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തിരിച്ച് വന്ന് കുറേ പണിയൊക്കെ ചെയ്ത് എന്തൊക്കെയോ ചെയ്ത് ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് എന്ത് കറി വെക്കണം എന്നറിയില്ല കേട്ടോ. എന്ന് ഈ ഉണക്കമീൻ വെച്ച് മടുത്തു. അതുകൊണ്ട് ഞാൻ ഇന്ന് ഉണക്കമീൻ വെച്ചില്ല കേട്ടോ. പൊട്ടറ്റോ ഫ്രൈ മാത്രമേ വെച്ചുള്ളൂ. ഉമേഷാണെങ്കിൽ ഇന്ന് കഴിക്കാനൊന്നും വരില്ല. ഉമേഷാണെങ്കിൽ ഇപ്പോൾ വരാറേ ഇല്ല ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ചോറും കറിയൊക്കെ വെച്ചു കേട്ടോ. എന്നിട്ട് നൈഹൂനെ പോയി വിളിക്കാൻ നിന്നു. അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ നമ്മുടെ ഗാർഡനിലേക്ക് ഒന്ന് ഇറങ്ങിയിട്ടോ. കുഞ്ഞൊരു കുട്ടി ഗാർഡൻ ഉണ്ട്. അവിടെ പോയിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു മൺചട്ടി അടിക്കണതാണ്, മൺകുടം കണ്ടു കേട്ടോ. അപ്പോൾ അതവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതിൽ ഞാൻ സ്പൈഡർ പ്ലാന്റ് നട്ട് വെച്ചു കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ചീരയുടെ വിത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ നിന്ന് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തു. നമ്മളിവിടെ കറണ്ട് പോയെന്ന് പറഞ്ഞില്ല, ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. എനിക്കാണെങ്കിൽ വിശക്കാൻ തുടങ്ങി. ഞാൻ രാവിലെ സ്വീറ്റ് പൊട്ടറ്റോ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് പുഴുങ്ങി തിന്നാമെന്ന് വിചാരിച്ചു. അതൊന്ന് അടുപ്പത്ത് വെച്ചു കേട്ടോ. അതൊക്കെ കഴിച്ച് നമ്മളൊന്ന് നടക്കാൻ പോയിട്ടോ. എന്നിട്ട് ഒരു 7:30 ആയപ്പോഴാണ് കറണ്ട് വന്നത്. പിന്നെ ചോറിന് കറിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മുട്ട പൊരിച്ചു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് കൂർക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതെപ്പോഴും ഉണ്ടാക്കാൻ മടിയാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചു. ഒരു കുപ്പി എടുത്തിട്ട് അതിലേക്ക് കല്ലുപ്പും കൂർക്കയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്താൽ മതി കേട്ടോ. നന്നായിട്ട് തൊലിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരി, ടാറ്റാ, ബൈ ബൈ.